ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഞാൻ ദൂതിലോട്ട് പോവാണ്. 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. എത്ര പേർ റെഡിയാണ് യേശു ക്രിസ്തുവിലുള്ള? എനിക്ക് വിട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പലരും നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാണെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, സ്തോത്രം. ഒരിക്കല് 10th സ്റ്റാൻഡേർഡിൽ നിന്ന് +2 കയറിയ ഒരു മകന് പകുതിങ്കൽ വെച്ച് ചൊല്ലിദീനം വന്ന് പഠിത്തം നിർത്തി. ലോറി. പിന്നെ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. വില കൂടിയ ഗുളികകൾ കഴിച്ച് പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. ഒരു ദിവസം അവിചാരിതമായിട്ട് ഫേസ്ബുക്കിനകത്തെ ഒരു ഷോർട്ട് മെസ്സേജ് കണ്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയർ സെൻ്ററിൽ വന്നു. അതുവരെ എല്ലാവരും പറഞ്ഞ ഈ രോഗം ഭയങ്കര സീരിയസ് ആണ് എന്നാ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു സീരിയസും അല്ല. അവൻ്റെ തലയെ കൈവച്ചപ്പോൾ അലറി നിലത്ത് വീണു. അവൻ്റെ ദേഹത്ത് വ്യാപരിച്ച ദുർഭൂതം വിട്ടുപോയി. അന്ന് തൊട്ട് അവൻ്റെ ടാബ്ലറ്റുകൾ മാറ്റി അവൻ സൗഖ്യമാകാനിടയായി തീർന്നു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവരെ ചോദിച്ചു, പാസ്റ്ററെ, ഇനി ഞങ്ങൾ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനാ? വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വസിക്ക്, നിങ്ങളുടെ മകന് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം. അവരുടെ വീട് റോഡ് സൈഡിലാ. അവരുടെ വീടിന് മുമ്പിൽ ഗേറ്റ് പൊളിച്ചിട്ടൊരു കട വെച്ചു. ആ കടയ്ക്കകത്തൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ഇന്ന് അവന് പല ഭാഗത്തായിട്ട് 6 കടകളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ 10 പൈസയും കൊണ്ട്, ദശാംശം കൊണ്ട് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ ദശാംശമാ പാസ്റ്റർ. ചില ദൂരെ നിന്നാ വന്നേ. ഞാൻ എന്തിനാ? അമ്മ ഈ ദശാംശം തന്നിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത മോൻ ഗൾഫിലാ, അവന് പോലും ഇത്രയും ദശാംശം കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിശ്വാസത്തിന്റെ ശക്തിയാ. ഒരു വഴി നിനക്കില്ല, പക്ഷെ വഴി ഉണ്ടായി വരാൻ പോവാ. എന്നോട് ഒരൊറ്റ കാര്യം, ഇന്ന് സ്തോത്ര കാഴ്ച കിട്ടിയതിൽ വിശ്വാസം പറയണം. ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടോ? നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സംഭവിക്കുന്നത്. എനിക്കെന്തോ ഇനി വചനം കേൾക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക.
അവിടെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. നോക്കിക്ക്, ആ സ്ത്രീ പറയുക, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. അവൾ ഒരു പുസ്തകത്തിലെ വാക്യം പഠിച്ചിട്ട് പറഞ്ഞല്ല, അവിടെ അകത്തെ വിശ്വാസമാണ്. അത് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. ഞാൻ സ്വാമി എനിക്ക് ആർക്കുമില്ലാത്ത വഴി എനിക്ക് തുറക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനിൽ ആ അത്ഭുതം നടക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വളരെ വേഗം മുമ്പോട്ട് പോകാം. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കണമെന്ന് പറ. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. ബാക്കി പറയാോ, വിശ്വാസം ഞാൻ കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? ചോർന്നു പോകാതെ കാക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പോവുമല്ലാണോ? ആണോ? ചെല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ ഞാനീ പ്രാർത്ഥിക്കാനൊക്കെ വന്നത് ഒരു പ്രശ്നവും വരത്തില്ലെന്നൊക്കെ വിചാരിച്ച അല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോവാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സിൽ പറഞ്ഞോണം, എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോവാ. എന്തോ നീ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു മഹാത്ഭുതം നിന്റെ കാര്യത്തിൽ നടക്കാൻ പോവാ. സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്, ധൈര്യം ചോരരുത്. നീ വിശ്വസിക്കുന്ന പോലെ ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ടാമത് അവരുടെ നടുവിൽ പൗലോസ് പ്രഖ്യാപിക്കുക, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ 276 പേര് 14 ദിവസം പേടിച്ചത് നടക്കത്തില്ല. ഞാൻ ഇന്നലെ കേട്ടത് മാത്രം നടക്കും. ഒരാമയും വരുന്നില്ല. ഈ യോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിനറിയാത്തത് ദൈവം നിനക്ക് പറഞ്ഞു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലർ ചില ദേശം വിടാൻ പോവുക, ചിലർ ചില പട്ടണം വിടാൻ പോവുക, ചിലരെ ദൈവം ഒരു യഹോവത്ത് ഒരുക്കി തരാൻ പോവുക. ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് ഒരുക്കാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കേട്ടത് അതുപോലെ. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ പിള്ളാരെ തരാം. പക്ഷേ സയൻസ് പറയുന്നു, സ്തോത്രം, ഇനിയും പിള്ളേരുണ്ടാകത്തില്ല. ഏത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കും. ക്ഷാമം കൊടികുത്തി വാഴുമ്പം പ്രവാചകൻ പറയാ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരളവ് നടക്കാൻ പോവാ. എന്ത് വിശ്വസിക്കും? സാഹചര്യമല്ല, ദൈവത്തിൽ നിന്നുള്ളത് വിശ്വസിക്കണം. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, അത് സംഭവിക്കുന്നതിന് വരെ നീ മിണ്ടണ്ട. കാരണം നിന്റെ വാ കൊള്ളത്തില്ല, നിനക്ക് വിശ്വാസം വരാൻ അറിയത്തില്ല. വിശ്വസിക്കുന്നവൾ വീട്ടിൽ തുള്ളിച്ചാടും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്ക. അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പ്രധാന ഭാഗത്തേക്ക് വരിക. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 276 പറയാ, കപ്പൽ മറുകര കണ്ടിട്ടില്ല. അതിന് പറയാ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ. എന്തോ അരുളി ചെയ്തെന്ന് കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 27-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യം. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടെ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കൂടെ ഉള്ള ഒരുവന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ല. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയാം, സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേരാമയും പറഞ്ഞാട്ട്? സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പം നീ കണ്ണിൽ കാണുന്നത് ഒന്നും നടക്കത്തില്ല.
മുമ്പിൽ ഈശാനമൂലുണ്ട്, നിൽക്കുന്നില്ല. വല്ലാത്ത കാറ്റ്, കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് പറയുന്നു കാറ്റിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതിന് 276 പേരുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൂതല്ല നിൽക്കുന്നെങ്കിലും ഈ കപ്പലിലുള്ള എല്ലാവരുടെ ധൈര്യം ചോർന്നു പോയി. എന്തുവാ ധൈര്യം? ഒരാള് ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സങ്കീർത്തനത്തിനകത്താണ് പറഞ്ഞത്, 40-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ചിരിക്കുന്ന നല്ലതാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. വൈര് അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു. വൈര് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് പറയാ, ഞാനിപ്പോ എന്തുവായി? ധൈര്യഹീനനായി. ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നു പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യുക? ചോർത്തിക്കളയുക. നിങ്ങൾ നോക്കി, ഏത് വിഷയത്തിനും ധൈര്യപ്പെട്ട വിടുതല, അല്ലേ? അത് ആ ധൈര്യം എവിടുന്ന് വരണം? ദൈവത്തിൽ നിന്ന് വരണം. ദാവീദ് മറ്റൊരു സംഗതി, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറ, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചിലർക്ക് ചോദിക്കും, ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. എവിടെ പോയപ്പോ? പ്രാർത്ഥനാമുറി വെച്ച് കിട്ടിയ ധൈര്യമാ. ഒരാമീൻ പറഞ്ഞാട്ട്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചവർ നോക്കി നിൽക്കാൻ നീ ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ ഓർത്തോണം, അവർക്കില്ലാത്തൊരു ധൈര്യം നിന്റെ അകത്ത് ദൈവത്തിൽ നിന്നുണ്ടായി. ധൈര്യഹീനരായി തീരരുത്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ദാവീദ് പറയുക, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യം വേണേ, യഹോവയിൽ പ്രത്യാശ വെക്കണം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്ക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. നിന്നെ ധൈര്യഹീനനാക്കാൻ ചിലര് ശ്രമിക്കുന്നു, കഴിവില്ലാത്തവനാക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ കട്ടിലെ കയറി കിടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ധൈര്യപ്പെട. എൻ്റെ അടുക്കൽ ഒരാളെ കിട്ടിയാൽ ഞാൻ അയാളെ ആദ്യം ചെയ്യുന്ന ധൈര്യപ്പെടുത്തുക. ഹലോ, എന്തുവാ? ധൈര്യപ്പെടുത്തുക. ചിലൊക്കെ കരഞ്ഞോണ്ടാ വരുന്നത്, 5 മിനിറ്റ് ചിരിച്ചോണ്ട് പോകും. എന്താ കാര്യം? അവർ ധൈര്യപ്പെട്ടു. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചില ഈ ദൈവമക്കളോടൊരു ദൂതി ഞാൻ പറയാം. സദൃശവാക്യം 14-ാം അധ്യായം 16-ാമത്തെ 26-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്? ദൃഢധൈര്യം. ഈ പ്രസംഗമെല്ലാം നിന്നെ ധൈര്യപ്പെടുത്താനാ. ദൈവം ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുക. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഉപദേശിയായിട്ടിരിക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല പാസ്റ്ററാകണേ എന്തോ വേണം? ഒരു നല്ല കുടുംബനാഥനാന്നേ എന്തോ വേണം? ഒരുത്തം വീട്ടുമുറ്റത്ത് വന്ന്, ആരോടാ ഈ വീട്ടിലെ നായകൾ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഭാര്യയോട് എന്ന് പറയാം, ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ പറയുന്നാന്നോ? പറ. കണ്ടില്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പം അച്ചായന്മാരും മിണ്ടത്തില്ല, അമ്മമാരെ വർത്താനം വന്ന പാസ്റ്റർമാരെല്ലാം കുറ്റം പറയും. അച്ചായൻ മിണ്ടിയില്ലേ, അമ്മമ്മ മിണ്ടായിരിക്കാൻ പറ്റുമോ? പറ. അമ്മാമ്മയുടെ മിണ്ടായിരുന്നാലോ? നിങ്ങൾ പറയുന്നേ, ഉള്ള ന്യായം പറയണ്ടേ? അച്ചാൻ ഭയങ്കര പേടിത്തൊണ്ടനാ, എന്നാ അമ്മാമ്മയുടെ കേട്ടോ. ഒരു നല്ല ഗ്രഹനാഥന് ധൈര്യം വേണം, ഒരു നല്ല ലീഡർക്ക് ധൈര്യം വേണം, ഒരു നല്ല പാസ്റ്റർക്ക് ധൈര്യം വേണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ ധൈര്യം ചോർത്തുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ധൈര്യഹീനനാകരുത്. ധൈര്യപ്പെടണം. മോശയുടെ കാലശേഷം യോശുവയെ ദൂതേൽപ്പിക്കുമ്പോൾ ദൈവം പറയുക, ഇസ്രായേലിനെ മിസ്രൈമിൽ കൊണ്ടുവന്നത് മോശയാ, കനാൻ നാട് വിഭജിച്ചു കൊടുക്കണം. ദൈവം പറഞ്ഞ കേട്ടോ, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ദൈവത്തിന് വേണ്ടത് ഒരു കാറ്റടിക്കുമ്പം അങ്ങോട്ട് മറിയുന്ന വിശ്വാസിയും, ആരാണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറയുന്ന വിശ്വാസിയും, തൊട്ടാവാടി വിശ്വാസി ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് ധൈര്യശാലികളെയാ.
എലിയ പറയാൻ ഞാൻ ഒറ്റയ്ക്കേ വിടുള്ളൂ. 850 കള്ളപ്രവാചകന്മാർ അഗ്നിദേവനെ ഇറക്കിക്കോ, പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം ഒരഗ്നിദേവനും വരികയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് മെലിത്ത ചെന്നപ്പോ ഒരു പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരിക. പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമേ സ്തോത്രം സ്തോത്രം, പാമ്പ് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ചെറുതോടേക്ക് ഇറങ്ങിയേ എന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? കൈയൊക്കെ പൗലോസ് അയ്യോ എല്ലാവരും പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ എമർജൻസി പ്രയർ. പൗലോസ് എന്ന അപ്പോസ്തലനെ പാമ്പ് കടിച്ചിരിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ധൈര്യമില്ല, ഇതിനൊന്നും ഇറങ്ങരുത്. മിണ്ടുന്നില്ല. നിനക്ക് വാഗ്ദത്തം തന്നു മരണകരമായ യാതൊന്ന് കഴിച്ചാലും കടിച്ചാലും കുടിച്ചാലും ഹാനി വരികയില്ല. നല്ല രാമയും പറഞ്ഞാണ് ധൈര്യപ്പെട്ടോണം, ധൈര്യപ്പെട്ടോണം. ഒരു ആമയും വരുന്നില്ല. നീ എൻ്റെ വേലയ്ക്ക് ഇറക്കുമ്പോൾ 2 ചെരുപ്പ് 2 പൊക്കോണം ആമി ഉടുപ്പ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ കരുതാം. ധൈര്യം വേണം, ദൈവം അത് കരുതും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയാം, ധൈര്യഹീനരാകരുത്. പൗലോസിന്റെ കയ്യെ പാമ്പ് കയറി ചുറ്റിയപ്പോ മറ്റേ കയ്യെ പിടിച്ചോണ്ട് പ്രാർത്ഥീര് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ വിഷം പോവും എന്നൊന്നുമല്ല. ആണോ? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പോരാട്ട. പാസ്റ്ററെ പ്രാർത്ഥീര് പ്രാർത്ഥിച്ച് കുറച്ച് ഉപ്പ് താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് വെള്ളം താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ താ പാസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് 1 ലോറി ഉപ്പുമായിട്ട് വരും. പണ്ടൊരാളോട് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. ഇവിടെ കൃഷി നന്നാവുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചണിൽ പോയി ഒരു 2 സ്പൂൺ ഉപ്പ് എടുത്തേച്ച് പറഞ്ഞു ഇത് കൃഷി സ്ഥലത്ത് കൊണ്ടിട്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയോട്ടം നിറച്ച് ഉപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്നു. ഞാൻ ചോദിച്ചു എന്നാ? പ്രാർത്ഥിച്ച് മൊത്തം ആ ഇട്ടടം മൊത്തം നന്മയാണ്, അതുകൊണ്ട് മൊത്തം ഇടത്തോ ഉപ്പിടാൻ. പിന്നെ പെട്ടിയോട്ടയൊക്കെ ഉപ്പ് പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ ജോലി. ഇങ്ങോട്ട് നോക്കേ, ഇവിടുത്തെ കാര്യം എന്താണെന്നറിയാം? ഒരു നിയോഗപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇടമിണ്ടുന്നില്ല. പോട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. ഞാൻ ദൂതിലോട്ട് വരുവാ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ധൈര്യപ്പെടണം. നിങ്ങളുടെ ധൈര്യം ചോർന്ന് പോകരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? സാത്താൻ്റെ വലിയ പരിപാടിയാണ് നിങ്ങളെ ധൈര്യഹീനനാക്കി തീർക്കുക. അല്ല, ധൈര്യപ്പെടണം. ഇന്നിവിടുന്ന് പോകുന്നവരെ ധൈര്യപ്പെടണം. നിന്റെ ലൈഫിൽ എന്തോ വലിയ കാര്യം നടക്കാനുണ്ട്. ഒന്ന് ധൈര്യപ്പെട്. രോഗത്തെ ചെറുതായിട്ട് കാണ്, യേശുവിനെ വലുതായിട്ട് കാണ്. സ്തോത്രം. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യം. ഇനി ധൈര്യം ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്നവർ കൈവെക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ മൊത്തം കൈയും പൊക്കുന്നതുകൊണ്ട് ഞാൻ ചോദിപ്പിക്കുന്നില്ല. ഈ ധൈര്യം ചോർന്നു പോകുന്നത് സദൃശവാക്യം എടുത്തേ, 15-ാമത്തെ എടുത്തേ, 13-ാമത്തെ വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിച്ചാലും മതി. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദുഃഖം. ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്ന ധൈര്യം തന്നെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ചോദിച്ചാൽ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചേ. പുറകെ ചോദിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ഹൃദയത്തിൽ ദുഃഖമുണ്ടോ? എന്നാൽ ധൈര്യം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്ത് കൊണ്ട് നടക്കാൻ പാടില്ല? ദുഃഖം. ചില യോഗത്തിന് പോലും ഇടുന്നത് ശരിക്കത്തില്ല. എൻ്റെ ബ്രദറെ, ഉരുകിയാ ജീവിക്കുന്നത്. എന്നിട്ട് ഒരു ഉരുക്കം കാണുന്നില്ലല്ലോ. തൂക്കം 5 കിലോ കൂടുക, ഉരുവാന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഞാൻ ദൂതിലോട്ട് വരിക. എൻ്റെ ബ്രദറെ, ഭയങ്കര ടെൻഷനാണ്ട് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. എന്നോടൊരാൾ പറയാം, ഭയങ്കര ടെൻഷൻ കൂടി ഉറങ്ങുമോ? മൈൻഡ് ഓഫ് ആകത്തില്ല. ചുമ്മാ അങ്ങ് ഒരു ടെൻഷൻ കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റേന്ന്. ടെൻഷനുള്ളവൻ ഉറങ്ങാനായിട്ട് പഞ്ചായത്ത് മൊത്തം നടക്കുക, എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം അവിടെ എഴുതിയിരിക്കുക, സ്തോത്രം, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകും. ഹൃദയത്തിലെ ദുഃഖം. ആരെങ്കിലുമൊക്കെ ദുഃഖം മനസ്സിലിട്ട് താലോലിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമുക്ക് തന്നെ കൃപയിൽ ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? മറക്കാനുള്ള കൃപ. എന്തുവാ? ഈ ഞാനൊരു എന്നെയൊക്കെ ചില ആൾക്കാരൊക്കെ ചിലത് പറഞ്ഞു ഒന്നും എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. മിണ്ടുന്നില്ല. പക്ഷെ ചിലർക്ക് ഈ 1-ാം ക്ലാസ്സിലെ കല്ലുമുട്ടായി പറക്കിയ കാലത്തും അപ്പുറത്തെ ഇന്ദു എൻ്റെ 3 കല്ലുമുട്ടായി കൊണ്ടുപോയി സ്വതന്ത്രം ഇന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്ന് 19-25 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരിക്കലും പറഞ്ഞു, 10-ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ തുടങ്ങിയോ പോരാട്ടമാണ്.
ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അടുത്ത അച്ഛ ചാകാനിരിക്കുന്ന അച്ഛൻ ഈ പോരാട്ടത്തെ വിടുന്നില്ലല്ലോ. പൗലോസിനെ പാമ്പ് കൊത്തിയെന്നെ പൗലോസ് ആ പാമ്പിനെ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ. അല്ലാതെ 10 കൊല്ലം പാമ്പേ, മാറുപാമ്പേ, പാമ്പേ, പൈശാചേ എന്ന് പറഞ്ഞ് 10 കൊല്ലം നിന്നില്ല. പിടികിട്ടിയോ? ധൈര്യപ്പെടുക. കപ്പല് പോയി, ധൈര്യപ്പെടുക. പൗലോസ് പറയാ, എന്നെ ഇവിടെ എന്തോ നന്മ കിടപ്പുണ്ട്. ഇന്ന് മകൾ പാമ്പല്ല വിഷയം, അതിനപ്പുറത്ത് നീ കാണാത്ത എന്തോ ഒരു നന്മ കിടപ്പുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യം. ധൈര്യപ്പെട. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തു, ഒന്ന് ധൈര്യപ്പെടാൻ പറ. എല്ലാം നടക്കും, എല്ലാം നടക്കുന്നേ. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയോ, വാസ്തവ കുറേ നാളോട് നടക്കും, ഒന്നും നടക്കുന്നില്ല, പണം മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോഴും പറയും നടക്കും. ഞാൻ ചാകുന്നതിന് 5 മിനിറ്റ് മുമ്പേ അവരെ പറയും നടക്കുമെന്ന്. എനിക്ക് നടക്കത്തില്ലെന്ന് പറയാൻ അറിയത്തില്ല, എൻ്റെ പുസ്തകത്തിൽ അതില്ല. എല്ലാം നടക്കും, എല്ലാം നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ്, യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ദൃഢധൈര്യം. എല്ലാവരും കൂടെ പറഞ്ഞു, എന്തുവാ ദൃഢധൈര്യം? എന്തുവാ? എല്ലാവരും പറയുന്നില്ലല്ലോ, സൗണ്ട് കുറവാന്നല്ലോ. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ഉറക്കപ്പറ. ദൃഢധൈര്യം എന്ന് പറഞ്ഞാൽ നീ തോക്കത്തില്ലെന്നുള്ള ധൈര്യം, വിജയിക്കുമെന്നുള്ള ധൈര്യം, അത്ഭുതം കാണുമെന്നുള്ള ധൈര്യം. അപ്പൊ ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്നാൽ എന്തോ ചെയ്യും? ധൈര്യം ഇങ്ങനെ ക്ഷയിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ കരഞ്ഞു നടക്കുക. അച്ഛാ അത്ഭുതം നടക്കും. ഓ അത്ഭുതം, ധൈര്യം പോയി. എന്നാ ഹൃദയ സന്തോഷമൊക്കെ ഉണ്ട്, അത്ഭുതം നടക്കും. ആമേൻ, എനിക്ക് വേണ്ടി കർത്താവ് വധിച്ചേ. അതിനാ ഈ ഹൃദയത്തിലെ ദുഃഖം കളയണം. ഇനി അടുത്തൊരു കാര്യം കൂടെ കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ, 6-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. 2-ാമത്തെ കാര്യമാണ്, ഭയമകത്ത് കയറിയാൽ ധൈര്യം ക്ഷയിച്ചു. ഞങ്ങൾ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരൻ അച്ചാനുണ്ട്. അച്ചാനും ഞങ്ങളും കൂടെ ക്രിസ്മസ് കരോളിന് പോയി. ഈ വീടുകളെല്ലാം കയറി ഇറങ്ങി പാട്ടുപാടി പിരിക്കാനായിട്ട്. എൻ്റെ ചെറുപ്രായത്തിലാണ് കേട്ടോ. അപ്പം രാത്രി 2:30 ഈ ക്രിസ്മസ് കരോളെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എല്ലാവരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഏറിയാലോട്ട് ഞാനും അച്ഛനേ ഉള്ളൂ. അച്ഛൻ പട്ടാളക്കാരനാണേ. ഇത്രയും നിന്നൊരു ടോർച്ചുണ്ട്. അച്ഛൻ ടോർച്ച് അടിക്കുന്നത് ഇങ്ങനാ, ഒരു കയ്യെ പിടിച്ചോണ്ട് എന്നെയും കറങ്ങുക. ഞാൻ പറഞ്ഞു, എന്നെ പൊന്നച്ഛ എന്നെ വിട്. അല്ല ബ്രദറെ, മോനെ വെല്ലൂരും ഉണ്ടോ ഇങ്ങനെ കറങ്ങി ആ പുള്ളിയുടെ കൂടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഊപ്പാട് തീർന്നു. 2 മണിക്ക് തിരിച്ച് 2:30 വീട്ടിൽ വരണ്ട, ഞങ്ങൾ 3:30 വരെ. പുള്ളി കറങ്ങിയില്ല, അടിക്കില്ല ഇങ്ങനെ. ഇവനെ എങ്ങനെ പട്ടാളത്തിൽ എടുത്തെന്നുള്ളതാ മിണ്ടുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കോളിമ്പല്ലടിച്ച് അവിടുത്തെ അമ്മാമ്മ ഇറങ്ങി. ഞാൻ കൈ ഉപ്പിച്ച് പറഞ്ഞു, ഈ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു പ്രത്യേക അവാർഡ് ആൻറ്റിക്ക് എന്നേലും ഞാൻ തരും. അതെന്നാ? പുള്ളി കറങ്ങി അടിച്ച 30 മിനിറ്റ് കൊണ്ട് വരണ്ട എന്നെ 1.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തിച്ച്. പുള്ളി ചിരിച്ചോണ്ട് പറയാം, മോനെ നീ ഇത്രയെല്ലാം അനുഭവിച്ചല്ലോ, ഞാൻ എത്ര നാളുകൊണ്ട് അനുഭവിക്കുക. ധൈര്യം പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ചിലരുടെ 10 പൈസയില്ല, പക്ഷെ ഭയങ്കര ധൈര്യ. ചിലർക്ക് ഈ ദാവീദിന്റെയൊക്കെ ധൈര്യം കണ്ടോ, 39 ദിവസം വെല്ലുവിളിച്ച് പടക്കളത്തെ വിറപ്പിച്ച മല്ലൻ്റെ ദിക്കിലോട്ട് ഇറങ്ങി ചെന്ന് പറയാം, പേടിക്ക് വേണ്ട, അവൻ്റെ കാര്യം. നമ്മൾ ഒരു വാക്യം വായിക്കണം. ശമൂവേൽ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കണം. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഒരു വാക്യം അതിനൊന്ന് ബന്ധപ്പെട്ടൊന്ന് വായിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. സൗൽ രാജാവിനോട് ദാവീദ് പറയുക, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. അടിയൻ ചെന്ന് ഈ കാര്യം ഞാൻ ഏറ്റു. ധൈര്യം കണ്ടു.
39 ദിവസമായിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ വിറപ്പിക്കുന്ന പുള്ളിയുടെ ഒരു കൊച്ചി ഇറക്കാൻ വേണ്ടേ, ഇവന്റെ കാര്യത്തിൽ അധൈര്യപ്പെടണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഞാൻ ദൂതിലോട്ട് പോവാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. എത്ര പേർ റെഡിയാണ്? യേശു ക്രിസ്തുവിലുള്ള. എനിക്ക് വിളിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പലരും നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാണെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, സ്തോത്രം. ഒരിക്കല് 10th സ്റ്റാൻഡേർഡിൽ നിന്ന് +2 കയറിയ ഒരു മകന് പൗതിങ്കൽ വെച്ച് ചൊല്ലിദീനം വന്ന് പഠിത്തം നിർത്തി. ലോറി. പിന്നെ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. വില കൂടിയ ഗുളികകൾ കഴിച്ച് പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. ഒരു ദിവസം അവിചാരിതമായിട്ട് ഫേസ്ബുക്കിനകത്തെ ഒരു ഷോർട്ട് മെസ്സേജ് കണ്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയർ സെൻ്ററിൽ വന്നു. അതുവരെ എല്ലാവരും പറഞ്ഞ ഈ രോഗം ഭയങ്കര സീരിയസ് ആണ് എന്നാ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു സീരിയസും അല്ല. അവൻ്റെ തലയെ കൈവച്ചപ്പോൾ അലറി നിലത്ത് വീണു. അവൻ്റെ ദേഹത്ത് വ്യാപരിച്ച ദുർഭൂതം വിട്ടുപോയി. അന്ന് തൊട്ട് അവൻ്റെ ടാബ്ലറ്റുകൾ മാറ്റി അവൻ സൗഖ്യമാകാനിടയായി തീർന്നു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവരെ ചോദിച്ചു, പാസ്റ്ററെ, ഇനി ഞങ്ങൾ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനാ? വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വസിക്ക്, നിങ്ങളുടെ മകന് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം. അവരുടെ വീട് റോഡ് സൈഡിലാ. അവരുടെ വീടിന് മുമ്പിൽ ഗേറ്റ് പൊളിച്ചിട്ടൊരു കട വെച്ചു. ആ കടയ്ക്കകത്തൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ഇന്ന് അവന് പല ഭാഗത്തായിട്ട് 6 കടകളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ 10 പൈസയും കൊണ്ട്, ദശാംശം കൊണ്ട് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ ദശാംശമാ പാസ്റ്റർ. ചില ദൂരെ നിന്നാ വന്നേ. ഞാൻ എന്തിനാ? അമ്മ ഈ ദശാംശം തന്നിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത മോൻ ഗൾഫിലാ, അവന് പോലും ഇത്രയും ദശാംശം കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിശ്വാസത്തിൻ്റെ ശക്തിയാ. ഒരു വഴി നിനക്കില്ല, പക്ഷെ വഴി ഉണ്ടായി വരാൻ പോവാ. എന്നോട് ഒരൊറ്റ കാര്യം, ഇന്ന് സ്തോത്രകാഴ്ച കിട്ടിയാലും വിശ്വാസം പറയണം. ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയാൻ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടോ? നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സംഭവിക്കുന്നത്. എനിക്കെന്തോ
ഇനി വചനം കേൾക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക. അവിടെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. നോക്കിക്ക്, ആ സ്ത്രീ പറയുക, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. അവൾ ഒരു പുസ്തകത്തിലെ വാക്യം പഠിച്ചിട്ട് പറഞ്ഞല്ല, അവിടെ അകത്തെ വിശ്വാസമാണ്. അത് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. ഞാൻ സ്വാമി എനിക്ക് ആർക്കുമില്ലാത്ത വഴി എനിക്ക് തുറക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനിൽ ആ അത്ഭുതം നടക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വളരെ വേഗം മുമ്പോട്ട് പോകാം. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കണമെന്ന് പറ. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. ബാക്കി പറയാോ, വിശ്വാസം ഞാൻ കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? ചോർന്നു പോകാതെ കാക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പോവുമല്ലാണോ? ആണോ? ചൊല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ ഞാനീ പ്രാർത്ഥിക്കാനൊക്കെ വന്നത് ഒരു പ്രശ്നവും വരത്തില്ലെന്നൊക്കെ വിചാരിച്ച അല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോവാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സിൽ പറഞ്ഞോണം, എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോവാ. എന്തോ നീ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു മഹാത്ഭുതം നിന്റെ കാര്യത്തിൽ നടക്കാൻ പോവാ. സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്, ധൈര്യം ചോരരുത്. നീ വിശ്വസിക്കുന്ന പോലെ ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ടാമത് അവരുടെ നടുവിൽ പൗലോസ് പ്രഖ്യാപിക്കുക, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ 276 പേര് 14 ദിവസം പേടിച്ചത് നടക്കത്തില്ല. ഞാൻ ഇന്നലെ കേട്ടത് മാത്രം നടക്കും. ഒരാമയും വരുന്നില്ല. ഈ യോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിനറിയാത്തത് ദൈവം നിനക്ക് പറഞ്ഞു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലർ ചില ദേശം വിടാൻ പോവുക, ചിലർ ചില പട്ടണം വിടാൻ പോവുക, ചിലരെ ദൈവം ഒരു യഹോവത്ത് ഒരുക്കി തരാൻ പോവുക. ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് ഒരുക്കാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കേട്ടത് അതുപോലെ. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ പിള്ളാരെ തരാം. പക്ഷേ സയൻസ് പറയുന്നു, സ്തോത്രം, ഇനിയും പിള്ളേരുണ്ടാകത്തില്ല. ഏത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കും. ക്ഷാമം കൊടികുത്തി വാഴുമ്പം പ്രവാചകൻ പറയാ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരളവ് നടക്കാൻ പോവാ. എന്ത് വിശ്വസിക്കും? സാഹചര്യമല്ല, ദൈവത്തിൽ നിന്നുള്ളത് വിശ്വസിക്കണം. സഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, അത് സംഭവിക്കുന്നതിന് വരെ നീ മിണ്ടണ്ട. കാരണം നിന്റെ വാ കൊള്ളത്തില്ല, നിനക്ക് വിശ്വാസം വരാൻ അറിയത്തില്ല. വിശ്വസിക്കുന്നവൾ വീട്ടിൽ തുള്ളിച്ചാടും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്ക. അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പ്രധാന ഭാഗത്തേക്ക് വരിക. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 276 പറയാ, കപ്പൽ മറുകര കണ്ടിട്ടില്ല. അതിന് പറയാ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ. എന്തോ അരുളി ചെയ്തെന്ന് കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 27-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യം. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടെ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കൂടെ ഉള്ള ഒരുവന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ല. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയാം, സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേരാമയും പറഞ്ഞാട്ട്? സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പൊ നീ കണ്ണിൽ കാണുന്നത് ഒന്നും നടക്കത്തില്ല. മുമ്പിൽ ഈശാനമൂലുണ്ട്, നിൽക്കുന്നില്ല. വല്ലാത്ത കാറ്റ്, കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് പറയുന്നു കാറ്റിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതിന് 276 പേരുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൂതല്ല നിൽക്കുന്നെങ്കിലും ഈ കപ്പലിലുള്ള എല്ലാവരുടെ ധൈര്യം ചോർന്നു പോയി. എന്തുവാ ധൈര്യം? ഒരാള് ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സങ്കീർത്തനത്തിനകത്താണ് പറഞ്ഞത്, 40-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ചിരിക്കുന്ന നല്ലതാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. വൈര് അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു. വൈര് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് പറയാ, ഞാനിപ്പോ എന്തുവായി? ധൈര്യഹീനനായി. ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നു പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യുക? ചോർത്തിക്കളയുക. നിങ്ങൾ നോക്കി, ഏത് വിഷയത്തിനും ധൈര്യപ്പെട്ട വിടുതല, അല്ലേ? ആ ധൈര്യം എവിടുന്ന് വരണം? ദൈവത്തിൽ നിന്ന് വരണം. ദാവീദ് മറ്റൊരു സംഗതി, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറ, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചിലർക്ക് ചോദിക്കും, ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. എവിടെ പോയപ്പോ? പ്രാർത്ഥനാമുറി വെച്ച് കിട്ടിയ ധൈര്യമാ. ഒരാമീൻ പറഞ്ഞാട്ട്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചവർ നോക്കി നിൽക്കാൻ നീ ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ ഓർത്തോണം, അവർക്കില്ലാത്തൊരു ധൈര്യം നിന്റെ അകത്ത് ദൈവത്തിൽ നിന്നുണ്ടായി. ധൈര്യഹീനരായി തീരരുത്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ദാവീദ് പറയുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യം വേണേ, യഹോവയിൽ പ്രത്യാശ വെക്കണം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്ക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. നിന്നെ ധൈര്യഹീനനാക്കാൻ ചിലര് ശ്രമിക്കുന്നു, കഴിവില്ലാത്തവനാക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ കട്ടിലെ കയറി കിടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ധൈര്യപ്പെട. എൻ്റെ അടുക്കൽ ഒരാളെ കിട്ടിയാൽ ഞാൻ അയാളെ ആദ്യം ചെയ്യുന്നത് ധൈര്യപ്പെടുത്തുക. അല്ല, എന്തുവാ? ധൈര്യപ്പെടുത്തുക. ചിലൊക്കെ കരഞ്ഞോണ്ടാ വരുന്നത്, 5 മിനിറ്റ് ചിരിച്ചോണ്ട് പോകും. എന്താ കാര്യം? അവർ ധൈര്യപ്പെട്ടു. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ ഈ ദൈവമക്കളോടൊരു ദൂതി ഞാൻ പറയാം. സദൃശവാക്യം 14-ാം അധ്യായം 16-ാമത്തെ 26-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്? ദൃഢധൈര്യം. ഈ പ്രസംഗമെല്ലാം നിന്നെ ധൈര്യപ്പെടുത്താനാ. ദൈവം ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുക. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഉപദേശിയായിട്ടിരിക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല പാസ്റ്ററാകണേ എന്തോ വേണം? ഒരു നല്ല കുടുംബനാഥനാന്നേ എന്താ വേണം? ഒരുത്തം വീട്ടുമുറ്റത്ത് വന്ന്, ആരോടാ ഈ വീട്ടിലെ നായകൾ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഭാര്യയോട് എന്ന് പറയാം, ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ പറയുന്നാന്നോ? പറ. കണ്ടില്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പം അച്ചായന്മാർ മിണ്ടത്തില്ല, അമ്മമാരെ വർത്താനം വന്ന പാസ്റ്റർമാരെല്ലാം കുറ്റം പറയും. അച്ചായൻ മിണ്ടിയില്ലേ, അമ്മമ്മ മിണ്ടായിരിക്കാൻ പറ്റുമോ? പറ. അമ്മാമ്മയുടെ മിണ്ടായിരുന്നാലോ? നമ്മൾ പറയുന്നേ, ഉള്ള ന്യായം പറയണ്ടേ? അച്ചാൻ ഭയങ്കര പേടിത്തൊണ്ടനാ, എന്നാ അമ്മാമ്മയുടെ കേട്ടോ. ഒരു നല്ല ഗ്രഹനാഥന് ധൈര്യം വേണം, ഒരു നല്ല ലീഡർക്ക് ധൈര്യം വേണം, ഒരു നല്ല പാസ്റ്റർക്ക് ധൈര്യം വേണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ ധൈര്യം ചോർത്തുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ധൈര്യഹീനനാകരുത്. ധൈര്യപ്പെടണം. മോശയുടെ കാലശേഷം യോശുവയെ ദൂതേൽപ്പിക്കുമ്പോൾ ദൈവം പറയുക, ഇസ്രായേലിനെ മിസ്രൈമിൽ കൊണ്ടുവന്നത് മോശയാ, കനാൻ നാട് വിഭജിച്ചു കൊടുക്കണം. ദൈവം പറഞ്ഞ കേട്ടോ, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ദൈവത്തിന് വേണ്ടത്
ഒരു കാറ്റടിക്കുമ്പം അങ്ങോട്ട് മറിയുന്ന വിശ്വാസിയും, ആരാണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറയുന്ന വിശ്വാസിയും, തൊട്ടാവാടി വിശ്വാസി ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് ധൈര്യശാലികളെയാ. എലിയ പറയാൻ, ഞാൻ ഒറ്റയ്ക്കേ ഇവിടെ ഉള്ളൂ. 850 കള്ളപ്രവാചകന്മാർ അഗ്നിദേവനെ ഇറക്കിക്കോ, പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം ഒരഗ്നിദേവനും വരികയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് മെലിത്ത ചെന്നപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരിക. പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമേ സ്തോത്രം സ്തോത്രം, പാമ്പ് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതിലൂടെയൊക്കെ ഇറങ്ങി എന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? കൈയൊക്കെ പൗലോസ്, അയ്യോ എല്ലാവരും പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ, എമർജൻസി പ്രയർ, പൗലോസ് എന്ന അപ്പോസ്തലനെ പാമ്പ് കടിച്ചിരിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ധൈര്യമില്ല, ഇതിനൊന്നും ഇറങ്ങരുത്. മിണ്ടുന്നില്ല. നിനക്ക് വാഗ്ദത്തം തന്നു, മരണകരമായ യാതൊന്ന് കഴിച്ചാലും കടിച്ചാലും കുടിച്ചാലും ഹാനി വരികയില്ല. നല്ലൊരു ആമയും പറഞ്ഞാണ്. ധൈര്യപ്പെട്ടോണം, ധൈര്യപ്പെട്ടോണം. ഒരു ആമയും വരുന്നില്ല. നീ എൻ്റെ വേലയ്ക്ക് ഇറക്കുമ്പോൾ 2 ചെരുപ്പ് 2 പൊക്കോണം, ആമി ഉടുപ്പ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ കരുതാം. ധൈര്യം വേണം, ദൈവം അത് കരുതും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയാം, ധൈര്യഹീനരാകരുത്. പൗലോസിന്റെ കയ്യെ പാമ്പ് കയറി ചുറ്റിയപ്പോൾ മറ്റേ കയ്യെ പിടിച്ചോണ്ട് പ്രാർത്ഥീര്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ വിഷം പോവും എന്നൊന്നുമല്ല. ആണോ? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പോരാട്ടം. പാസ്റ്ററെ പ്രാർത്ഥീര്, പ്രാർത്ഥിച്ച് കുറച്ച് ഉപ്പ് താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് വെള്ളം താ പാസ്റ്ററെ, പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ താ പാസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് 1 ലോറി ഉപ്പുമായിട്ട് വരുന്നത്. പണ്ടൊരാളോട് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. ഇവരുടെ കൃഷി നന്നാവുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചണിൽ പോയി ഒരു 2 സ്പൂൺ ഉപ്പ് എടുത്തേച്ച് പറഞ്ഞു, ഇത് കൃഷി സ്ഥലത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയോട്ടം നിറച്ച് ഉപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ? പ്രാർത്ഥിച്ച് മൊത്തം ആ ഇട്ടടം മൊത്തം നന്മയാണ്, അതുകൊണ്ട് മൊത്തം എടുത്തോ ഉപ്പിടാൻ. പിന്നെ പെട്ടിയോട്ടയൊക്കെ ഉപ്പ് പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ ജോലി. ഇങ്ങോട്ട് നോക്കേ, ഇവിടുത്തെ കാര്യം എന്താണെന്നറിയാം? ഒരു നിയോഗപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇടമിണ്ടുന്നില്ല. പോട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്. ഞാൻ ദൂതിലോട്ട് വരുവാ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ധൈര്യപ്പെടണം. നിങ്ങളുടെ ധൈര്യം ചോർന്ന് പോകരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? സാത്താൻ്റെ വലിയ പരിപാടിയാണ് നിങ്ങളെ ധൈര്യഹീനനാക്കി തീർക്കുക. അല്ല, ധൈര്യപ്പെടണം. ഇന്നിവിടുന്ന് പോകുന്നവേ ധൈര്യപ്പെടണം. നിന്റെ ലൈഫിൽ എന്തോ വലിയ കാര്യം നടക്കാനുണ്ട്. ഒന്ന് ധൈര്യപ്പെട്. രോഗത്തെ ചെറുതായിട്ട് കാണ്, യേശുവിനെ വലുതായിട്ട് കാണ്. സ്തോത്രം. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യം. ഇനിയും ധൈര്യം ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്ന ഒരു കൈവെക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ മൊത്തം കൈയും പൊക്കുന്നുണ്ട്. ഞാൻ ചോദിപ്പിക്കുന്നില്ല. ഈ ധൈര്യം ചോർന്നു പോകുന്നത് സദൃശവാക്യം എടുത്തേ, 15-ാമത്തെ എടുത്തേ, 13-ാമത്തെ വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിച്ചാലും മതി. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദുഃഖം. ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്ന ധൈര്യം തന്നെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, ഹൃദയത്തിൽ ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചേ. പുറകെ ചോദിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരോട് ഹൃദയത്തിൽ ദുഃഖമുണ്ടോ? എന്നാൽ ധൈര്യം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്ത് കൊണ്ട് നടക്കാൻ പാടില്ല? ദുഃഖം. ചില യോഗത്തിന് പോലും ഇരുന്നത് ശരിക്കത്തില്ല. എൻ്റെ ബ്രദറെ, ഉരുകിയാ ജീവിക്കുന്നത്. എന്നിട്ട് ഒരു ഉരുക്കം കാണുന്നില്ലല്ലോ. തൂക്കം 5 കിലോ കൂടുക, ഉരുവാന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഞാൻ ദൂതിലോട്ട് വരിക. എൻ്റെ ബ്രദറെ, ഭയങ്കര ടെൻഷനാണ്ട് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. എന്നോടൊരാൾ പറയാം, ഭയങ്കര ടെൻഷൻ കൂടി ഉറങ്ങുമോ? മൈൻഡ് ഓഫ് ആകത്തില്ല. ചുമ്മാ അങ്ങ് ഒരു ടെൻഷൻ കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റേന്ന്. ടെൻഷനുള്ളവൻ ഉറങ്ങാനായിട്ട് പഞ്ചായത്ത് മൊത്തം നടക്കുക, എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം അവിടെ എഴുതിയിരിക്കുക, സ്തോത്രം, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകും. ഹൃദയത്തിലെ ദുഃഖം. ആരെങ്കിലുമൊക്കെ ദുഃഖം മനസ്സിലിട്ട് താലോലിക്കുന്നവരുണ്ടെങ്കിൽ, ഈ നമുക്ക് തന്നെ കൃപയിൽ ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? മറക്കാനുള്ള കൃപ. എന്തുവാ? ഈ ഞാനൊരിക്കൽ എന്നെയൊക്കെ ചില ആൾക്കാരൊക്കെ ചിലത് പറഞ്ഞു ഒന്നും എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. മിണ്ടുന്നില്ല. പക്ഷെ ചിലർക്ക് ഈ 1-ാം ക്ലാസ്സിലെ കല്ലുമുട്ടായി പറക്കിയ കാലത്തും അപ്പുറത്തെ ഹിന്ദു എൻ്റെ 3 കല്ലുമുട്ടായി കൊണ്ടുപോയി
സ്വതന്ത്രം ഇന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്ന് 19 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാമെന്ന് ഒരിക്കൽ പറഞ്ഞു, 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ തുടങ്ങിയ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അടുത്ത അച്ഛ ചാകാണ്ടിരിക്കുന്ന അച്ഛൻ ഈ പോരാട്ടത്തെ വിടുന്നില്ലല്ലോ. പൗലോസിനെ പാമ്പ് കൊത്തിയെന്നെ പൗലോസ് ആ പാമ്പിനെ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ, അല്ലാതെ 10 കൊല്ലം പാമ്പേ, മാറുപാമ്പേ, പാമ്പേ, പിശാചേ എന്ന് പറഞ്ഞ് 10 കൊല്ലം നിന്നില്ല. പിടികിട്ടിയോ? ധൈര്യപ്പെടുക. കപ്പല് പോയി, ധൈര്യപ്പെടുക. പൗലോസ് പറയാ, എന്നെ ഇവിടെ എന്തോ നന്മ കിടപ്പുണ്ട്. ഇന്ന് മകൾ പാമ്പല്ല വിഷയം, അതിനപ്പുറത്ത് നീ കാണാത്ത എന്തോ ഒരു നന്മ കിടപ്പുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യം. ധൈര്യപ്പെട. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തു, ഒന്ന് ധൈര്യപ്പെടാൻ പറ. എല്ലാം നടക്കും, എല്ലാം നടക്കുമെന്നേ. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയോ, വാസ്തവ കുറേ നാളോട് നടക്കും, ഒന്നും നടക്കുന്നില്ല, പണം മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോഴും പറയും നടക്കും. ഞാൻ ചാകുന്നതിന് 5 മിനിറ്റ് മുമ്പേ അവരെ പറയും നടക്കുമെന്ന്. എനിക്ക് നടക്കത്തില്ലെന്ന് പറയാൻ അറിയത്തില്ല, എൻ്റെ പുസ്തകത്തിൽ അതില്ല. എല്ലാം നടക്കും, എല്ലാം നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ്, യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ദൃഢധൈര്യം. എല്ലാവരും കൂടെ പറഞ്ഞു, എന്തുവാ ദൃഢധൈര്യം? എന്തുവാ? എല്ലാവരും പറയുന്നില്ലല്ലോ, സൗണ്ട് കുറവാന്നല്ലോ. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ഉറക്കപ്പറ. ദൃഢധൈര്യം എന്ന് പറഞ്ഞാൽ നീ തോക്കത്തില്ലെന്നുള്ള ധൈര്യം, വിജയിക്കുമെന്നുള്ള ധൈര്യം, അത്ഭുതം കാണുമെന്നുള്ള ധൈര്യം. അപ്പൊ ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്നാൽ എന്തോ ചെയ്യും? ധൈര്യം ഇങ്ങനെ ക്ഷയിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ കരഞ്ഞു നടക്കുക. അച്ഛാ അത്ഭുതം നടക്കും. ഓ അത്ഭുതം, ധൈര്യം പോയി. എന്നാ ഹൃദയ സന്തോഷമൊക്കെ ഉണ്ട്, അത്ഭുതം നടക്കും. ആമേൻ, എനിക്ക് വേണ്ടി കർത്താവ് വധിച്ച്. അതിനാ ഈ ഹൃദയത്തിലെ ദുഃഖം കളയണം. ഇനി അടുത്തൊരു കാര്യം കൂടെ കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ, 6-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. 2-ാമത്തെ കാര്യമാണ്, ഭയമകത്ത് കയറിയാൽ ധൈര്യം ക്ഷയിച്ചു പോകും. ഞങ്ങൾ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരൻ അച്ചാനുണ്ട്. അച്ചാനും ഞങ്ങളും കൂടെ ക്രിസ്മസ് കരോളിന് പോയി. ഈ വീടുകളെല്ലാം കയറി ഇറങ്ങി പാട്ടുപാടി പിരിക്കാനായിട്ട്. എൻ്റെ ചെറുപ്രായത്തിലാണ് കേട്ടോ. അപ്പം രാത്രി 2:30 ഈ ക്രിസ്മസ് കരോളെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എല്ലാവരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഏറിയാലോട്ട് ഞാനും അച്ഛനേ ഉള്ളൂ. അച്ഛൻ പട്ടാളക്കാരനാണേ. ഇത്രയും നിന്നൊരു ടോർച്ചുണ്ട്. അച്ഛൻ ടോർച്ച് അടിക്കുന്നത് ഇങ്ങനെ, ഒരു കയ്യെ പിടിച്ചോണ്ട് എന്നെയും കറങ്ങുക. ഞാൻ പറഞ്ഞു, എന്നെ പൊന്നച്ഛ എന്നെ വിട്. അല്ല ബ്രദറെ, മോനെ വെല്ലൂരും ഉണ്ടോ? ഇങ്ങനെ കറങ്ങി ആ പുള്ളിയുടെ കൂടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഊപ്പാട് തീർന്നു. 2 മണിക്ക് തിരിച്ച് 2:30 വീട്ടിൽ വരണ്ട. ഞങ്ങൾ 3:30 വരെ പുള്ളി കറങ്ങിയില്ല, അടിക്കില്ല. ഇങ്ങനെ ഇവനെ എങ്ങനെ പട്ടാളത്തിൽ എടുത്തെന്നുള്ളതാ മിണ്ടുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കോളിംബെല്ലടിച്ച് അവിടുത്തെ അമ്മാമ്മ ഇറങ്ങും. ഞാൻ കൈ ഉപ്പിച്ച് പറഞ്ഞു, ഈ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു പ്രത്യേക അവാർഡ് ആൻറ്റിക്ക് എന്നേലും ഞാൻ തരും. അതെന്നാ? പുള്ളി കറങ്ങി അടിച്ച 30 മിനിറ്റ് കൊണ്ട് വരണ്ട എന്നെ 1.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തിച്ച്. പുള്ളി ചിരിച്ചോണ്ട് പറയാം, മോനെ നീ ഇത്രയെല്ലാം അനുഭവിച്ചല്ലോ, ഞാൻ എത്ര നാളുകൊണ്ട് അനുഭവിക്കുക. ധൈര്യം പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ചിലരുടെ 10 പൈസയില്ല, പക്ഷെ ഭയങ്കര ധൈര്യ. ചിലർക്ക് ഈ ദാവീദിന്റെയൊക്കെ ധൈര്യം കണ്ടോ, 39 ദിവസം വെല്ലുവിളിച്ച് പടക്കളത്തെ വിറപ്പിച്ച മല്ലൻ്റെ ദിക്കിലോട്ട് ഇറങ്ങിച്ചെന്ന് പറയാം, പേടിക്ക് വേണ്ട, അവൻ്റെ കാര്യം. നമ്മൾ ഒരു വാക്യം വായിക്കണം. ശമൂവേൽ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കും. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഒരു വാക്യം അതിനൊന്ന് ബന്ധപ്പെട്ടൊന്ന് വായിക്കണം. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം.
ദാവീദ് ശൗലിനോട്, ആ. ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. സൗൽ രാജാവിനോട് ദാവീദ് പറയുക, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. അടിയൻ ചെന്ന് ഈ ഇവന്റെ ഫെലിസ്ത്യനോട് കാര്യം ഞാൻ ഏറ്റു. കണ്ടോ ധൈര്യം കണ്ടോ? 39 ദിവസമായിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ വിറപ്പിക്കുന്ന പുള്ളിയോട് ഒരു കൊച്ചി ഇറക്കാൻ, ഇവന്റെ കാര്യത്തിൽ അധൈര്യപ്പെടണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു.